Good morning, guys. നമ്മൾ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും 5 മണിക്ക് എഴുതിയിട്ട് ഞങ്ങൾ പോപ്പിനെ കാണാൻ പോവാ. പോപ്പിനെ കാണുമെന്നറിയില്ല, ഞങ്ങൾ പോവാണ്. വേൾഡിലെ ഏറ്റവും വലിയ ചർച്ചായ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മുന്നിലാണ്. ഇത് ഉണ്ടാക്കിയത് എംപറർ കോൺസ്റ്റന്റൈനാണ്. ഇത് സെയിൻറ്റ് പീറ്റർ ഈശോയുടെ ശിഷ്യനും ഫസ്റ്റ് പോപ്പുമായിരുന്നു. പുള്ളീനെ അടക്കം ചെയ്തേക്കുന്ന സ്ഥലത്താണ് ഈ പള്ളി പണിതേക്കുന്നത്. പുള്ളീനെ നീറോ ചക്രവർത്തിയുടെ കാലത്ത് അവർ ക്രിസ്ത്യൻസിനെ തെരഞ്ഞു പിടിച്ച് കൊന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സെയിൻറ്റ് പീറ്ററിനെ കൊല്ലുന്ന സമയത്ത് പുള്ളിനെ ആദ്യം കുരിശി തറയ്ക്കാനാണ് അവർ തീരുമാനിച്ചത്. അപ്പോൾ പുള്ളി പറഞ്ഞു, പുള്ളി ഈശോനോളം വലുതല്ല, അപ്പോൾ പുള്ളീനെ തറയ്ക്കുവാണെങ്കിൽ അങ്ങനെ തല കീഴായിട്ടേ തറയ്ക്കാവൂ, കാരണം പുള്ളി ഈശോനേക്കാളും എത്രയോ താഴെയാണ്. അതൊക്കെ പുള്ളിയുടെ ആ ഒരു വിശ്വാസത്തിനെയും പുള്ളിയുടെ ആ ഒരു എന്താ പറയുക ഫെയ്ത്തിനെയും ഒക്കെ കാണിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ പുള്ളിയുടെ അടക്കം ചെയ്തേക്കുന്ന സ്ഥലത്തുണ്ടാക്കിയ ഈ പള്ളിയിൽ പുള്ളീനെ എവിടെയാണോ അടക്കിയേക്കുന്നത് അതിൻ്റെ ഒരു സ്ഥലത്താണ് ഈ അൾത്താര ഉണ്ടാക്കിയേക്കുന്നത്. ഇതിന് ബർണീനീസ് ബാൽഡാക്കിനി എന്നാണ് പറയുന്നത്. ബർണീനിയാണ് ഈ അൾത്താര ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇതൊരു ബ്രോൺസ് അൾത്താരയാണ്. അതിൻ്റെ 4 കാല് കണ്ടോ. ആക്ച്വലി ഇറ്റലിയിൽ അന്ന് ഇങ്ങനൊരു ഡിസൈൻ ഇല്ല. അപ്പോൾ പുള്ളി അത് ജെറുസലേമിൽ നിന്ന് കൊണ്ടുവന്നാണ്. അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് ബർണീനി ഇത് ചെയ്തു. കണ്ടോ, അതാണ് പോപ്പിൻ്റെ ചെയർ. ഡോമിൻ്റെ തൊട്ട് താഴെയാണ് ഈ ബർണീസ് ബാൽഡാക്കിനോ. ഈ ഡോം മൈക്കലാഞ്ചലോയുടെ വർക്കാണ്. ഈ ഡോമിൽ എഴുതി വെച്ചേക്കുവാണ്, പത്രോസേ നീ പാറയാകുന്നു, ആ പാറമേൽ ഞാൻ എൻ്റെ പള്ളി പണിയും. ഈ കാണുന്നതാണ് വേൾഡിലെ ഏറ്റവും ഫേമസ് സ്കൾപ്ചേഴ്സിലൊന്നായ മൈക്കലാഞ്ചലോയുടെ പിയാത്ത. ഇത് ഈശോ മാതാവിൻ്റെ മടിയിൽ മരിച്ചു കിടക്കണ ആ ഒരു സംഭവത്തെ പുള്ളി ചെയ്തു വെച്ചേക്കുന്നതാണ്. മൈക്കലാഞ്ചലോയുടെ ഒരുപാട് വർക്ക്സിൽ പുള്ളി സൈൻ ചെയ്തത്, പുള്ളിയുടെ പേര് പുള്ളി എഴുതി വെച്ച ഒരേ ഒരു വർക്കും പിയാത്തയാണ്. ഈ പിയാത്ത ഇടയ്ക്ക് ഇതിന് ഡാമേജ് ഒക്കെ പറ്റിയെങ്കിലും അവരിപ്പോൾ ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് ഒക്കെ വെച്ച് ഇതിനെ പെർഫെക്റ്റ്ലി പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. കണ്ടോ, ഇവിടെ നാളെ ക്രിസ്മസ് ആണ്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇവിടെ പോപ്പിൻ്റെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട്. പോപ്പ് ഇന്ന് ഹോളി ഡോർ തുറക്കുന്ന ദിവസമാണ്. അപ്പം അതിൻ്റെ ഒരുക്കങ്ങളും അതിനുള്ള സംഭവങ്ങളൊക്കെ ഇപ്പം ഇതൊക്കെ. മൈക്കലാഞ്ചലോനെ പോലെയുള്ള അന്നത്തെ ഏറ്റവും ഫേമസ് ആയ ആർട്ടിസ്റ്റുകളും ആർക്കിടെക്റ്റുകളും ചെയ്തതാണ്. ഇവർ പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിനകത്ത് ഉണ്ണീശുമില്ല. അപ്പം അത് ഡിസംബർ 25 ഇന്ന് മിഡ് നൈറ്റ് അല്ലേ, ഉണ്ണീശോനെ അവിടെ വയ്ക്കും. ഇവിടെ ഒരു വലിയ ഉണ്ണീശോ ഉണ്ട്. ഞങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടാണ്, പക്ഷെ നാളെ വെക്കത്തുള്ളൂ. ഇതൊക്കെ കുമ്പസാര കൂടുകളാട്ടോ, അവിടെയൊക്കെ ഉണ്ട്.
ഈശോ തന്നെ മാർപ്പാപ്പകളെ തിരഞ്ഞെടുക്കുന്ന ആ ഒരു സംഭവത്തിനെയാണ് കാണിച്ചിരിക്കുന്നത്. അതിൽ ആ 2 താക്കോൽ പിടിച്ച് നിൽക്കുന്നതാണ് സെയിൻറ്റ് പീറ്റർ. അത് കഴിഞ്ഞിട്ട് വന്ന മാർപ്പാപ്പകളെ പിന്നെ കാണിച്ചിരിക്കുന്നത്. കുത്തി വെച്ചേക്കുന്നത് ഇതുവരെയുള്ള മാർപ്പാപ്പകളുടെ ലിസ്റ്റാണ്. ലാസ്റ്റ് അവർ ചെയ്തേക്കുന്നത് 2022. അതാണ് ഹോളി ഡോറ്. അതിന്ന് ഡോറ് ഇന്ന് പോപ്പ് ഫ്രാൻസിസ് തുറക്കും. നമുക്ക് കാണാൻ പറ്റത്തില്ല. അതിനൊക്കെ നമ്മുടെ ടിക്കറ്റ് 6 month മുന്നേ ബുക്ക് ചെയ്യും. ഇങ്ങനെ എന്തൊക്കെയോ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ ഇന്ന് ഫങ്ഷൻ ഉള്ളത് കാരണമാണ് അവിടെ അടച്ചു വെച്ചേക്കുന്നത്. ഈ ഹോളി ഡോറിലൂടെ അകത്ത് കടന്നാൽ നമ്മുടെ പാപമൊക്കെ മാറി നമ്മുടെ ഈശോയിലോട്ട് അടുത്തു എന്നാണ് വിശ്വാസം. ഈ വത്തിക്കാന് അവരുടേതായ ഒരു മിലിറ്ററി ഫോഴ്സ് ഉണ്ട്. അവരെയാണ് നമ്മൾ സ്വിസ് ഗാർഡ്സ് എന്ന് വിളിക്കുന്നത്. ഇപ്പം ബാക്കിൽ കാണുമ്പോൾ അവർ പോപ്പിൻ്റെ രക്ഷയ്ക്കൊക്കെ വേണ്ടി നിൽക്കുന്നവരാണ്. ഇവരുടെ ഈ യൂണിഫോം ഡിസൈൻ ചെയ്തേക്കുന്നതും മൈക്കലാഞ്ചലോ ആണ്. സെഞ്ചുറിയിലാണ് ഈ ബസിലിക്ക ഉണ്ടാക്കിയത്. പിന്നെ 16th century ഒക്കെ ആയപ്പോൾ അവർ വീണ്ടും റീകൺസ്ട്രക്ട് ചെയ്തു, റീബിൽഡ് ചെയ്തു. ഈ ബസിലിക്കയ്ക്ക് 220 മീറ്റർ നീളവും 150 മീറ്റർ വീതിയുണ്ട്. ഇതുണ്ടാക്കിയത് എംപറർ കോൺസ്റ്റന്റൈൻ ആണ്. പുള്ളി ഒരു യുദ്ധത്തിന് പോകുന്ന സമയത്ത്, പുള്ളി വിശ്വാസിയൊന്നുമല്ല, പുള്ളി യുദ്ധത്തിന് പോകുന്ന സമയത്ത് പുള്ളി ആകാശത്ത് ഒരു കുരിശു കണ്ടു എന്നാണ് പറയുന്നത്. അതിൽ ഇന്ത്യ സൈൻ കോൺക്യൂർ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. പുള്ളി ആ കുരിശ് ഉപയോഗിച്ച് അത് വെച്ചിട്ട് ആ യുദ്ധം ജയിച്ചു. അതിനുശേഷം പുള്ളി ക്രിസ്ത്യാനിയായി മാറി, ലൈക്ക് പുള്ളി വിശ്വാസിയായി. പുള്ളി അങ്ങനെ ഈ സെയിൻറ്റ് പീറ്ററിനെ അടക്കിയ ഈ ഹിൽസിൻ്റെ അവിടെ ഒരു പള്ളി പണിതു. അത് കണ്ടോ, ആ ചുവന്ന ഇത്, അവിടെയാണ് പോപ്പ് വന്ന് അഭിസംബോധന ചെയ്യുന്നത്. അവിടെ പള്ളിയുടെ എക്സ്റ്റൻഷൻ കണ്ടോ, ഇങ്ങനെ അത് സഭ ഒരു അമ്മയെ പോലെ. അപ്പം ലൈക്ക് അമ്മയുടെ ഓപ്പൺ ഹാൻഡ്സും ആ ഒരു എഫെക്ഷനെയാണ് ഇത് കാണിക്കണേ. അങ്ങനെ വത്തിക്കാൻ പള്ളിയിൽ നിന്ന് സുവനീസൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ ഈ പള്ളിയോട് ടാറ്റ പറയാണ്. വെൽക്കം ടു വേൾഡ്സ് സ്മോളസ്റ്റ് കൺട്രി, വത്തിക്കാൻ. ഇപ്പോഴത്തെ പ്രസിഡന്റ് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. ഈ വത്തിക്കാൻ ഇറ്റലിയിലാണെങ്കിലും ഇവര് ഇതിനെ ഒരു ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് ആയിട്ടാണ് പറയുന്നത്. ഇവർക്ക് ഇവരുടേതായ പോസ്റ്റൽ കോഡ് ഉണ്ട്, ഇവരുടെ ഫ്ലാഗ് ഉണ്ട്, ഇവരുടേതായ റൂൾസ് ഉണ്ട്, പിന്നെ ഇവരുടേതായ ആർമി ഉണ്ട്. അതാണ് നമ്മുടെ സ്വിസ് ആർമി. സെയിന്റ് ആഞ്ചലോ കാസൽ, ഇത് മൗസോളിയം ഓഫ് ഹാഡ്രിയൻ എന്ന് പറയപ്പെടുന്നുണ്ട്. കാസലിന്റെ അകത്ത് കയറാൻ ഒരാൾക്ക് 16 euro ആണ്. ബിറ്റ്വീൻ 123 AD ആൻഡ് 139 AD ഇടയ്ക്കാണ് ഈ ഇവിടുത്തെ എംപററായിരുന്ന ഹാഡ്രിയൻ ആണ് ഈ കാസൽ ഉണ്ടാക്കിയത്. 5th century ഈ കാസൽ മിലിറ്ററിയുടെ കോട്ടയായിരുന്നു. ഇതിനെയും വത്തിക്കാനെയും കൂടി കണക്ട് ചെയ്യുന്ന ഒരു പാസേജ് ഉണ്ട്, പാസറ്റി ഡി ബുഗോ. ഈ പാസേജ് ഡേഞ്ചർ സമയത്തൊക്കെ പോപ്പിന് രക്ഷപ്പെടാൻ, ആ പാസേജിലൂടെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവരുണ്ടാക്കിയേക്കുന്നതാണ്.